ഹലോ, നമുക്കൊരു പുതിയ ഐറ്റം നോക്കിയാലോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ഫ്രൈ ആണ്. അപ്പം നമുക്ക് സോയ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് പാനിലേക്ക് ആവശ്യമായ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഏകദേശം തിളച്ച് വരുന്നൊരു സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് നന്നായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന സോയ ബോൾസ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന സോയ ബോൾസ് ഒക്കെ ആണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ്സ് നമുക്കത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയ ബോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് വലിയ ജീരകം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം വഴന്നു വന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇച്ചിരി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കുക. ഇനി നമുക്കിതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും മസാലയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം. മസാലകളൊക്കെ ആ ചേരുവകളിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇനി നമ്മുടെ സോയ ബോൾസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്പം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ സോയാ ബോൾ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ചാറ് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കതെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.